ഗൈസ് ഞാനിപ്പോൾ എവിടെ നിൽക്കുന്ന അറിയോ? നമ്മുടെ നാട്ടിൽ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയിട്ട് ഒരു ചെറിയ പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ നാട്ടിലെ കേരളോത്സവത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക്, അതായത് വിജയികൾക്ക് കൊടുക്കുന്ന എന്താ പറയുക, ഒരു പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ ഉള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 6 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 6 മണിക്കാണ് കേട്ടോ പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബൾബും ക്രിസ്മസ് ട്രീയും അതുപോലെ ക്രിസ്മസ് അപ്പൂപ്പനും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഏറ്റവും നല്ല ഭംഗിയുള്ളത് ഈ ലൈറ്റ് സെറ്റ് ചെയ്തത് കാണാനാണ് കേട്ടോ. ഇത് ഞാൻ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഒറിജിനലായിട്ട് ഇത് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ വരുന്നത് ഈ ഒരു പുൽക്കൂടാണ് കേട്ടോ. ഈ ഒരു പുൽക്കൂട് നമ്മൾ എന്താ പറയുക, വൈക്കോലും അതുപോലെ തന്നെ ചെറിയ ചെറിയ പാവകളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ മഞ്ഞ് പോലെ വരുന്നത് പഞ്ഞിയും കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഈ ഒരു ക്രിസ്മസ് ട്രീനെയും അതുപോലെ തന്നെ അപ്പൂപ്പനെയൊന്നും വെറുതെ വിട്ടിട്ടില്ല. കാരണം ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ ആളുകൾ വന്നിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ക്രിസ്മസ് ട്രീ കാണാൻ നല്ല ഭംഗിയാണ്. സ്റ്റാറും അതുപോലെ തന്നെ കുറേ ബലൂണൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ. പിന്നെ അതുപോലെ തന്നെ മെയിൻ ഭാഗത്ത് നമുക്ക് വരുന്നത് ഈ ഒരു എന്താ പറയുക സെക്ഷനാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടുന്ന് അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഒറിജിനൽ മരത്തിൻ്റെ മുകളിൽ നമ്മൾ എന്താ പറയുക ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളുടെ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ വിജയികളെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് കേട്ടോ ഇത്. അതായത് നമ്മൾ വിജയികൾക്ക് നമുക്ക് ഒരുപാട് സമ്മാനങ്ങളും ഒക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഓരോരുത്തരായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ആ സമയം ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. കാരണം എനിക്ക് ഈ ഒരു ലൈറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഞാൻ ഒരുപാട് നേരം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇടാനുള്ള വീഡിയോസ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കാണുന്നത് ഈ ഒരു ട്രീ വരുന്നത് ഒറിജിനൽ മരം തന്നെയാണ്. പക്ഷേ അതൊരു ഉണങ്ങിയ മരത്തിൻ്റെ മുകളിലാണിത് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് നല്ലൊരു അതിശയമായിരുന്നു. ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് പോവാം. ഇനി ഞാൻ പറഞ്ഞത് ഈ കാണുന്നത്, ഈ റെഡ് കളർ കാണുന്നത് ഒരു ഒറിജിനൽ മരമാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ ലൈറ്റ് സെറ്റ് ചെയ്തപ്പോൾ എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ. അതും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എന്താ പറയുക, നമ്മുടെ നാട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ സമ്മാനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയ പിള്ളേർ മുതൽ നല്ല അത്യാവശ്യം ഏജുള്ള ആൾക്കാർ വരെ നമ്മൾ ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കാറുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വിജയികളും നമ്മളുടെ നാട്ടിലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് അപ്പൂപ്പൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൂപ്പൻ ഭയങ്കര ഹാപ്പിയാണ്, ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അപ്പൂപ്പന് തടി കുറവാണ്, വയറ് കുറച്ച് കൂടുതലാണ് കേട്ടോ. നമുക്ക് ഇവിടെ ഉള്ളത് ഇപ്പോൾ ഈ ഒരു അപ്പൂപ്പനാണ് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മൾ വേഷം കെട്ടിയിട്ട് വേറെ അപ്പൂപ്പന്മാർ ഇപ്പോൾ വരും കേട്ടോ. അപ്പോൾ അതിനുള്ള വെയിറ്റിങ്ങിലാണ്. മാത്രമല്ല നമുക്കിവിടെ കേക്ക് കട്ടിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നതൊന്നും ഞാൻ എടുക്കുന്നില്ല. കാരണം ഇന്ന് രാവിലെ തന്നെ ഓഫീസിൽ നിന്നും ഉള്ള കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇന്ന് മൊത്തം കേക്ക് കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തൽക്കാലം കേക്ക് ഞാൻ അവോയ്ഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഈ ഒരു കാണുന്ന വീടിൻ്റെ മുൻ സൈഡിലുള്ള പറമ്പിലാണ് കേട്ടോ നമ്മളിതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീട്ടിലത്തെ ആൾക്കാരൊക്കെ നല്ല സപ്പോർട്ടീവാണ്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവരൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇപ്രാവശ്യം ക്രിസ്മസ് ഇങ്ങനെ നല്ല രീതിയിൽ ആഘോഷിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനി ആഘോഷങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. തൽക്കാലം ഞാനിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ടാറ്റാ, ബൈ.